മേരീസ് ഫെറോന ചർച്ച് ആലക്കോടിന്റെ നിരവധി വർണ്ണാഭമായ കാഴ്ചകളൊക്കെയാണ് നിങ്ങൾ ഇതുവരെയും കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരുപാട് മനോഹരമായ കാഴ്ചകളൊക്കെയാണ്. തീർച്ചയായും മാതാവിന്റെ തിരുസന്നിധിയിൽ ഒരുപാട് ഭക്തരാണ് ഓരോ നിമിഷവും എത്തിക്കൊണ്ടിരിക്കുന്നത്. ആലക്കോടിന്റെ അതിലുമുപരി കണ്ണൂരിന്റെ തന്നെ ഒരു വലിയ മഹാ ഉത്സവം തന്നെയാണ് ഈ ഒരു തിരുനാൾ എന്ന് പറയുന്നത്. മാത്രവുമല്ല കുർബാന കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ആഘോഷങ്ങളുടെ പൊടിപൂരമൊക്കെയാണ് നടക്കാൻ പോകുന്നത്. പ്രദക്ഷിണമാണ് ഇനി നടക്കാൻ പോകുന്നത്. ആ പ്രദക്ഷിണത്തിൽ തന്നെ ബാൻഡ് മേളം ഉൾപ്പെടെ ഒരുപാട് മനോഹര കാഴ്ചകളൊക്കെ തീർച്ചയായും നമുക്ക് കാണാൻ സാധിക്കും. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ആ ഒരു പ്രദക്ഷിണ മഹോത്സവം തന്നെ ആരംഭിക്കും. ആലക്കോട് സെന്റ് മേരീസ് ഫെറോന ചർച്ചിന്റെ ഒരു വലിയ ചരിത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ തീർച്ചയായും മധ്യ തിരുവിതാംകൂറിൽ നിന്നും മലബാറിലേക്ക് എത്തിയ ഒരു പറ്റം ജനങ്ങൾ അവരുടെ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിലേക്ക് ഒരു വലിയ പള്ളിയെ ഉയർത്തെഴുന്നേൽപ്പിച്ച ഒരിടം തന്നെയാണ് ഈ ഒരു ആലക്കോട് പള്ളി എന്ന് പറയുന്നത്. ഏകദേശം 70 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ഒരു പള്ളി പുനരുദ്ധാനം ചെയ്ത് ഇങ്ങനെ ഈ ഒരു പരുവത്തിലേക്ക് ജനങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ചത്. തിരുനാൾ ആഘോഷത്തിന്റെ ഭാഗമായി പടിഞ്ഞാറ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സും ഒരുപാട് ആഘോഷ മുഹൂർത്തങ്ങളൊക്കെയാണ് ഇവിടെ ഒരുക്കി വെച്ചിരിക്കുന്നത്. പ്രദക്ഷിണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ നമുക്ക് നല്ലൊരു ഫാമിലി ഉണ്ട്. അവരോട് എന്തായാലും ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം. ഹലോ, പേരെന്താണ് ഏട്ടാ? ചേച്ചിയുടെ പേരെന്താണ്? അവിടെ പേരെന്താണ്? ജെറോം. വാവ്, ഞാൻ കരുതി മിണ്ടിലായിരിക്കുന്നു. ആഹാ, ജെറോം ഭയങ്കര സ്മാർട്ട് ബോയ് ആണല്ലോ അല്ലേ? ഓക്കെ, എവിടെയാണ് വീട്? വായാട്ടുപറമ്പ് അല്ലേ? ഓക്കെ, അപ്പൊ അവിടുന്ന് പള്ളി തിരുനാളായിട്ട് ഇങ്ങോട്ടൊക്കെ വന്നതാണല്ലേ? ഓക്കെ, അപ്പൊ എന്ത് തോന്നുന്നു? ഹാപ്പിയാണോ? ഹാപ്പിയാണല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും പടിഞ്ഞാറ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഫ്രണ്ടിലാണുള്ളത്. സോ എന്താണ് പടിഞ്ഞാറ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനെ കുറിച്ച് അറിയാവോ? ഷോപ്പിൽ വരാറുണ്ടോ? എങ്ങനെയാണ്? പണ്ട് മുതലേ അറിയാവുന്ന ഷോപ്പാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ പർച്ചേസ് ചെയ്യാറുണ്ടോ? പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ആണല്ലോ കൂടുതൽ പർച്ചേസ് ചെയ്യുന്ന കാര്യം വരുമ്പോ ഇവിടെ ആണല്ലേ? എങ്ങനെയാ കളക്ഷൻസിനെ കുറിച്ചൊക്കെ എന്താ അഭിപ്രായം? നല്ല കളക്ഷൻസ്. ഇപ്പൊ സ്റ്റാഫിന്റെ സർവീസ് ഒക്കെ ആണെങ്കിലും എന്താണ് പറയാനുള്ളത്? നല്ല അഭിപ്രായം തന്നെയാണ്. ചേട്ടൻ ഭയങ്കര സൈലന്റ് ആണോ? ചേച്ചിനെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര സൈലന്റ് ആണോ? ചേട്ടൻ ഭയങ്കര മൈൽഡായിട്ടാണ് ചേട്ടൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഭയങ്കര ഹാപ്പി മൊമെന്റിൽ നിൽക്കുകയാണല്ലോ. ഇങ്ങനെ തിരുനാൾ ആഘോഷത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കാഴ്ചയൊക്കെ കണ്ടതാ നമ്മുടെ തിരുസന്നിധിയിലൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം വീട്ടിലേക്ക് പോകുമ്പോൾ ഒരു കുഞ്ഞു ഗിഫ്റ്റൊക്കെ ആയിട്ട് പോയാലോ? ഗിഫ്റ്റ് കേൾക്കുമ്പോൾ ഒരു സന്തോഷമുണ്ടല്ലേ? ചെറിയൊരു സന്തോഷമുണ്ട് ചേട്ടന്. ഓക്കെ, ആദ്യം ഗിഫ്റ്റ് തരുന്നതിന് മുമ്പ് ഞാനൊരു ചോദ്യം ചോദിക്കും. അതിന് കറക്റ്റായിട്ട് ആൻസർ പറഞ്ഞാൽ നല്ലൊരു അടിപൊളി ഗിഫ്റ്റ് ആയിട്ട് വീട്ടിലേക്ക് പോവാം. ചോദ്യം ചോദിക്കുകയാണ്, ആരും ആഗ്രഹിക്കാത്ത ജയം ഏതാണ്? കുസൃതി ചോദ്യമാണ്. കുസൃതി ചോദ്യമാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഉത്തരം നൽകി. ഓക്കെ, പരാജയമാണ് കറക്റ്റ് ആൻസർ. അപ്പോൾ എന്തായാലും ഗിഫ്റ്റ് വാങ്ങാം അല്ലേ? അപ്പോൾ പടിഞ്ഞാറ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ നല്ലൊരു അടിപൊളി ഗിഫ്റ്റ് ഉണ്ട്. അപ്പോൾ 2 പേരും 3 പേരും ചേർന്ന് പിടിച്ച് ആഹാ. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. പടിഞ്ഞാറ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ അടുത്ത് തന്നെ നമുക്ക് വീണ്ടും നല്ലൊരു അടിപൊളി ഫാമിലിനെ കിട്ടിയിട്ടുണ്ട്. ഹലോ, പേരെന്താണ് ചേട്ടാ? സുനിൽ. അഞ്ജന. അനാമിക. സുനിത. ഓക്കെ, എങ്ങനെയാണ് വീട് ഇവിടെ അടുത്താണോ? ഓക്കെ, അപ്പൊ എന്തായാലും തിരുനാളുമായിട്ട് ബന്ധപ്പെട്ട് വന്നതാണോ അല്ലേ? ഓക്കെ, അപ്പൊ ഞങ്ങൾ എന്തായാലും പടിഞ്ഞാറ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എന്നാണ് വരുന്നത്. സോ എങ്ങനെയാണ് ജ്വല്ലറിയിൽ വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട്. എങ്ങനെയാണ് കളക്ഷൻസിനെ കുറിച്ചൊക്കെ എന്താ പറയാനുള്ള ചേച്ചി? ഓക്കെ, എന്താണ് അഭിപ്രായമൊക്കെ ഇവിടുത്തെ? ഓക്കെ, അപ്പൊ ഞങ്ങളിത് ചോദിക്കാൻ മാത്രമല്ല വന്നിരിക്കുന്നത്, ആക്ച്വലി ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനാണ് വന്നിരിക്കുന്നത്. കുസൃതി ചോദ്യമാണ്, ഒരുപാട് തലപുണ്ണാക്കൊന്നും വേണ്ട. ഓക്കെ, അപ്പോ എന്താ വഴുവഴുപ്പുള്ള ഒരു രാജ്യം ഏതാണെന്നാണ് ചോദ്യം. ആഹാ,
അപ്പോഴേക്ക് ആൻസർ പറഞ്ഞല്ലോ, ഗ്രീസ്. ഓക്കെ, അപ്പൊ എന്തായാലും ഗ്രീസ് കറക്റ്റ് ആൻസർ പറഞ്ഞ ഫാമിലിക്ക് നല്ലൊരു അടിപൊളി സമ്മാനം കൊടുക്കുകയാണ്. പടിഞ്ഞാറ് ഗോൾഡൻ ആൻസർ. ഹാപ്പി അല്ലേ? ഹാപ്പിയാണ്. ഓക്കെ, താങ്ക് യു. അപ്പോൾ ആലക്കോട് സെന്റ് മേരീസ് ഫെറോന ചർച്ചിന്റെ തിരുനാൾ ഉത്സവമായിരുന്നു. നമ്മളെല്ലാവരും തന്നെ നാട്ടുകാരും അതുപോലെ പടിഞ്ഞാറ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സും എല്ലാവരും അടിപൊളിയായി തന്നെ ആഘോഷിച്ചു. മാത്രമല്ല ഒരുപാട് മനോഹരമായ സുന്ദരമായ നിമിഷങ്ങൾ, ദൃശ്യങ്ങൾ എല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഈ ഒരു ആലക്കോടിന്റെ മഹോത്സവം എന്ന് പറയുന്നത് തന്നെ കണ്ണൂരിന്റെ കൂടെ മഹോത്സവമാണെന്ന് തോന്നുന്നു. കാരണം ഇത്രയും വലിയ ആഘോഷം അത് കാണാൻ കഴിയുക, അതിന്റെ ഭാഗമാവുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും മനോഹരമായ സുന്ദരമായ ഒരു അനുഭവം കൂടിയാണ്. ഇതിന്റെ കൂടെ തന്നെ ഒരു സന്തോഷ വാർത്തയുണ്ട്. യെസ്, എന്താണ് എല്ലാവരെയും ഹാപ്പി ആക്കുന്ന രീതിയിലുള്ള ഒരു അടിപൊളി സന്തോഷ വാർത്തയാണ് ലഭിച്ചിരിക്കുന്നത്. കട പ്രദർശന മത്സരത്തിൽ നമുക്ക് 1ാം സമ്മാനമാണ് ലഭിച്ചിരിക്കുന്നത് പടിഞ്ഞാറ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്. അപ്പോൾ ഈ ഒരു സന്തോഷ വാർത്തയോട് കൂടിയാണ് നമ്മുടെ ഈ സെന്റ് മേരീസ് ഫെറോന ചർച്ചിന്റെ തിരുനാൾ ഉത്സവവും സന്തോഷവും ഒക്കെ കൊണ്ടാടിക്കൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുന്നത്. എല്ലാവർക്കും പടിഞ്ഞാറ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ തിരുനാൾ ആശംസകൾ. പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചെറുപുഴ, ആലക്കോട്, പാടിയോട്ടുചാൽ. എക്സ്ക്ലൂസീവ് സിൽവർ ഷോറൂംസ് ചെറുപുഴ, പരപ്പ ആൻഡ് ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ.